എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എക്സലിൽ കുറെ ഉണ്ട്. ഞാൻ ഇന്നത്തോട് നമ്മൾ എക്സൽ തീർക്കും. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സലിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ കിട്ടാനും അതിൽ ഡാറ്റ അനലിറ്റിക്സിന്റെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ ആ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലെ പല ഡാറ്റകൾ എടുത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എക്സലും ഇതിൽ ബേസിക്കലി ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പൊ ഇന്ന് എക്സൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് പിവറ്റ് ടേബിൾ എന്ന് പറയും. പിവറ്റ് ടേബിൾ എല്ലാവരും കേട്ടോന്ന് അറിയില്ല. പിവറ്റ് ടേബിൾ എന്ന് പറയും. കേട്ടോ? ആരെങ്കിലും കേട്ടോ? പിവറ്റ് ടേബിൾ എല്ലാവരും ഒന്ന് എഴുതിയിരിക്കുക പ്ലീസ്. പിവറ്റ് ടേബിൾ. ഓക്കെ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് തരുകയും ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്യാം. ഈ എക്സൽ ഷീറ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ തരാം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ എല്ലാവർക്കും ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞാല് നമുക്ക് ഇതൊരു ചോക്ലേറ്റിന്റെ സെയിൽസിന്റെ റിപ്പോർട്ടാണ്. പലതരം പ്രൊഡക്റ്റ് ഉണ്ട്. സ്നിക്കർ, ഗാലക്സി, ബൗണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല റീജിയൻ ഉണ്ട്. വെസ്റ്റ്, നോർത്ത്, സൗത്ത്. പലതരം സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഉണ്ട്. ടോണി, സ്മിത്ത്, ബ്രൂസ് എന്ന് പറഞ്ഞ പലതരം സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്. അവരൊരു യൂണിറ്റ് എത്ര യൂണിറ്റ് സോൾഡ് ഔട്ട് ചെയ്തു, യൂണിറ്റിന്റെ പ്രൈസ്, ടോട്ടൽ സെയിൽസ് ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റിൽ കൊടുത്തിരിക്കുന്നതാണ് ഈ റിപ്പോർട്ട്. ഇതാണ് ഒരു സെയിൽസിന്റെ റിപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഇപ്പൊ ഇതിൽ നോക്കി കഴിഞ്ഞിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ പ്രൊഡക്റ്റ് കുറെ സെയിൽ ചെയ്തേക്കുന്നു അല്ലെ. ഇപ്പൊ പിവറ്റ് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതിനൊക്കെ നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഓരോ റീജിയണിലും എത്ര സെയിൽ നടന്നു. അതുപോലെ തന്നെ കണ്ടിപ്പോൾ ടോണി എന്ന് പറയുന്ന ഈ ടോണി എന്ന് പറഞ്ഞോട് നോക്കി കാണാൻ പറ്റും. ടോണി ഇവിടെ സ്നിക്കർ വിറ്റിട്ടുണ്ട്. അതുപോലെ ടോണി ട്വിക്സ് എന്ന് പറഞ്ഞ സാധനം വിറ്റിട്ടുണ്ട്. അതേപോലെ ടോണി സ്നിക്കർ വിട്ടിട്ടുണ്ട്. ടോണി ഗാലക്സി വിട്ടിട്ടുണ്ട്. ഇത് ഓരോ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തേക്കുന്നതാണ്. ഓരോ പ്രൊഡക്റ്റ് ഓരോ യൂണിറ്റുകൾ സെല്ല് ചെയ്തിരിക്കുന്ന ഏകദേശം 102ഓളം ഡേറ്റയുണ്ട്. നമുക്ക് ഇതിൽ നിന്നാണ് നമ്മൾ പിവറ്റ് ടേബിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ. ഹലോ, എന്തെങ്കിലും പറഞ്ഞോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. ഓക്കെ. അപ്പൊ ഈ പിവറ്റ് ടേബിൾ എന്താന്ന് ചോദിച്ചാല്, ഇനി ഞാൻ ഈ പിവറ്റ് ടേബിൾ വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ആക്സസ് ചെയ്യാം. ഞാൻ ആ പിവറ്റ് ടേബിൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. ഞാൻ അതിൽ തന്നെ വേറെ ഒരു ഡാറ്റയും കൂടി കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് ഇത് സെയിൽസ് ഡാറ്റ. സെയിൽസ് ഡാറ്റ പിവറ്റ് ടേബിൾ. ഓക്കെ. ശ്രദ്ധിക്കുക. ഒറ്റ മിനിറ്റ്. ഇതാണ് ടേബിൾ. നമുക്കറിയണം സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ഓരോ സെയിൽ റെപ്രസെന്റേറ്റീവ് എത്ര സോൾഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയണം. ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ടോണി, സ്മിത്ത്, ബ്രൂസ്, പീറ്റർ, ഫ്രാങ്ക്, ജോൺ കണ്ട. വീണ്ടും പീറ്റർ, ടോണി ഉണ്ടോ. അപ്പൊ ചിലപ്പോൾ ഈ ടോണി തന്നെ കണ്ടോ. 1 ടോണി, അതേപോലെ തന്നെ 2 ടോണി, 3 ടോണി, 4 ടോണി, 5 ടോണി. നമുക്ക് അങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യണം. ഓരോന്നും എടുത്ത് കൗണ്ട് ചെയ്താൽ അറിയാൻ പറ്റൂ. ടോണി ഓരോരുത്തരും അങ്ങനെ എടുത്താൽ ഭയങ്കര സമയം പോണം. ഇത് നമുക്ക് 1 സെക്കൻഡ് കൊണ്ട് അറിയാൻ പറ്റും. ടോണി ഓരോ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എത്ര രൂപയുടെ എത്ര ഡീസോ നടത്തിയിട്ടുണ്ട്. ഇനി സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റും എത്ര സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. സം ഓഫ് സെയിൽസ് ഈച്ച് റീജിയൻ. ഓരോ റീജിയണിലും എത്ര സെയിൽ നടന്നിട്ടുണ്ട്. സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്.
ഇത്തരം ചോദ്യത്തിന്റെ ആൻസർ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതുവരെ എല്ലാവർക്കും ക്ലിയർ ആണോ? കുറച്ചുപേർ ഇപ്പൊ ലോഗിൻ ചെയ്തവരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പൊ ലോഗിൻ ചെയ്തവർക്ക് ഇത് മനസ്സിലായോ എന്താന്ന്? ഞാൻ ഒന്നും കൂടി പറയണോ? ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. സുബീഷ ക്ലിയർ ആണോ? അത് നിങ്ങളാരും മിണ്ടാത്ത? അല്ല, ഞാൻ ഇപ്പൊ ലോഗിൻ ചെയ്തോളൂ. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോ ലേറ്റ് ആയി. ഓക്കെ, ഞാൻ പറയാം. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണോ? ഹരിലാൽ ക്ലിയർ? ക്ലിയർ. ആ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ് എല്ലാവരും കേട്ടോ. പ്രജീഷ ക്ലിയർ ആണോ? പ്ലീസ് എല്ലാവരും റെസ്പോണ്ട് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ടൂളാണ്. ഞാൻ ഇതിന്റെ റിപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് തരും. നിങ്ങളെ കൊണ്ട് ഇപ്പൊ ചെയ്യിപ്പിക്കുകയും ചെയ്യും. എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഈ റിപ്പോർട്ട് ഞാൻ ഷെയർ ചെയ്യും. അതായത് ഒരു സെയിൽസിന്റെ ഒരു ടേബിൾ ആണ് കണ്ടോ. ഓരോ പ്രൊഡക്റ്റുകൾ, ഈ സ്നിക്കർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ്, അത് ഇന്ന റീജിയൺ, ഇന്ന സെയിൽസ് റെപ്രസെന്റേറ്റീവ്, അത് കഴിഞ്ഞ് അടുത്ത ഒരു ചോക്ലേറ്റിന്റെ അടുത്ത്. അപ്പൊ നമുക്ക് അറിയണം ഓരോരുത്തരും എത്ര സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരും സ്റ്റെപ്പ് ശരിക്കും ശ്രദ്ധിച്ചാലും മനസ്സിലാവും. ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാൻ കാരണം നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ഇതിന്റെ എക്സൽ തരും. ആദ്യം തന്നെ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യാം. ഇൻസെർട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യാം. പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യാം. ഓട്ടോമാറ്റിക്കലി ഈ ടേബിൾ ഇവിടെ എന്താവും? സെലക്ട് ആവും. കണ്ടോ? ഈ ടേബിളിലുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. നമുക്ക് ഇനി അല്ലാണ്ട് തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. കണ്ടോ? ഇവിടെ ഇങ്ങനെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം കേട്ടോ. ഓട്ടോമാറ്റിക്കലി ഇത് സെലക്ട് ആയിക്കോളും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും ഇതിനെ സെലക്ട് ചെയ്യാം. കണ്ടോ? അത് സെലക്ട് ചെയ്തിട്ട് വീണ്ടും ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഓരോ സ്റ്റെപ്പും ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടി പറയണെങ്കിൽ പറയാം, ഒന്നും കൂടി പറയണെങ്കിൽ പറയും, വേണമെങ്കിൽ. ഇനി ഈ പിവറ്റ് ടേബിൾ ന്യൂ വർക്ക്ഷീറ്റിൽ വേണോ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ വേണോ എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം വർക്ക്ഷീറ്റിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ്. ഇനി എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിൽ എവിടെയാണ് ലൊക്കേഷൻ, അത് വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഉണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി ലൊക്കേഷൻ. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ പിവറ്റ് ടേബിൾ വരും. ഓക്കെ അടിക്കുക. കണ്ടോ? ഇതെന്താന്ന് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. നമുക്ക് ഇപ്പൊ ഇതിന്റെ ഗ്രിഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഗ്രിഡ് ലൈൻ കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഗ്രിഡ് വരും. കണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ പിവറ്റ് ടേബിളിൽ എത്തി. നമുക്കിനി എന്താണ് അറിയണ്ടേ? ഇപ്പൊ പിവറ്റ് ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ പിവറ്റ് ടേബിൾ. ഇവിടെയാണ് നമ്മുടെ പിവറ്റ് ടേബിൾ വരാം. ഇവിടെയാണ് ഇവിടെ കണ്ടോ? ഇവിടെ സീരിയൽ നമ്പർ, പ്രൊഡക്റ്റ്, റീജിയൻ, സെയിൽസ്. ഇതെന്താ? ഈ ടേബിളിന്റെ ഈ റോ ആണ്, ഈ ഹെഡിങ് ആണ് ഇവിടെ വരാ. മനസ്സിലായോ? ഇവിടെ നമുക്ക് ഇതിലൂടെയാണ് അതിന്റെ ഫിൽട്ടർ ചെയ്തെടുക്കണം. ഇവിടെ കോളം, റോസ്, ഫിൽട്ടർ, വാല്യൂസ്. ഇത് രണ്ട് ഭാഗമാണിത്. ഇനി എങ്ങനെയാണെന്നാണ് കാണിച്ചു തരാൻ പോണത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് ടേബിൾ തരാം, ഇതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താ പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ എന്താണ് നമുക്ക് ആദ്യം വേണ്ട? സം ഓഫ് സെയിൽസ് ആണ്, സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലെ. അപ്പൊ ഈ സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ ക്ലിക്ക് ചെയ്ത് ഈ റോളിടാ. കണ്ടോ? അപ്പൊ ഇവിടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്, യുണിക് സെയിൽസ് റെപ്രസെന്റേറ്റീവ് വന്നു. ഇത് ക്ലിയർ ആയല്ലോ? ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോണി, സ്മിത്ത്, ബ്രൂസ്, ഫ്രാങ്ക്, ജോൺ. ജോൺ 2 പ്രാവശ്യം, പക്ഷെ ഇവിടെ പ്രാവശ്യം കാണിക്കുള്ളൂ. അതാണ് നമുക്ക് അറിയണ്ടല്ലോ. ഒരു ജോൺ തന്നെ എത്ര സെയിൽ നടത്തി, അതുപോലെ തന്നെ ബ്രൂസ് എത്ര സെയിൽ നടത്തി, ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇനി അവര് എന്താണ് നമുക്ക് അറിയേണ്ടത്? അവര് സെയിൽ എത്ര നടത്തി എന്നുള്ളതാണ്. അതാണ് ഈ സെയിൽ എന്ന് പറയുന്നത്. എവിടെ കൊണ്ടിടണം? വാല്യൂസിൽ ഇടണം. കണ്ടോ? ഇത്രയുള്ള പരിപാടി, ഇത്രയുള്ള പരിപാടി. അപ്പൊ ആദ്യത്തെ ആൻസർ കിട്ടി. ബ്രൂസ് 1,32,000 രൂപയുടെ സെയിൽ നടത്തി, ഫ്രാങ്ക് ഇത്രം നടത്തി. അതെന്റെ ഗ്രാൻഡ് ടോട്ടൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്.
ഇതിന്റെ ആൻസർ ആണ് നമ്മൾ ചെയ്ത സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ഇത് ആർക്കെങ്കിലും മനസ്സിലായോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യാട്ടോ പ്ലീസ്. ഒന്ന് റെസ്പോണ്ട് ചെയ്യാം. മനസ്സിലായി. ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. Clear ആണ്. എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ആർക്കെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഡേറ്റ തരാം. ഈ എക്സലിന്റെ ഡേറ്റ ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങളെ കൊണ്ട് ഞാനിപ്പോ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതൊന്നും കൂടി റിപ്പീറ്റ് പറയാൻ പറ്റുമോ? ആരത്? ഞാൻ പ്രജീഷ്. ഓക്കെ ഓക്കെ, എത്ര ഉള്ളു പ്രജീഷ്? ഇതില് ഫസ്റ്റ് നമ്മളിപ്പം അതിനൊരു കമാൻഡ്സ് കൊടുക്കുന്നില്ല. ആ കമാൻഡ്സ് കൊടുത്തത് അത് നമ്മൾ എങ്ങനെയാ നോർമലി ടൈപ്പ് ചെയ്ത് വെക്കുന്നതാണോ അല്ലെങ്കിൽ ഏത് കമാൻഡ്സാ? ഫസ്റ്റ് 1 2 3 4 എന്നിട്ട് കാണുന്നില്ലേ? സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്പ് എന്നിട്ടുള്ള ഇതാ ഫസ്റ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങള് ഒരു കമ്പനിയുടെ സെയിൽസിന്റെ ആളാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ നോർമലായി ടൈപ്പ് ചെയ്ത് വെക്കുന്നതാണോ? നമ്മൾ ടൈപ്പ് ചെയ്ത് നമുക്ക് പല രീതിയിലുള്ള ഇൻഫോർമേഷൻ കിട്ടണമല്ലോ. ഈ ടേബിളിൽ നിന്ന് നമുക്കുള്ള ഇൻഫോർമേഷൻ എന്താണ്, അതാണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. അതിൽ വേറെ സംഭവങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഈ ടേബിളിൽ നിന്ന് എളുപ്പത്തിൽ എന്തൊക്കെ കണ്ടെത്തണം അതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി നമുക്ക് അടുത്തത് എന്നിട്ട് അറിയണ്ടേ സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റിന്റെ ആണ് അറിയണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ഈ സാധനം ഈ ഇത് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്ത് ഇത് കോപ്പി ചെയ്യാം. ഈ പിവറ്റ് ടേബിൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിന് സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ആണ് വേണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിൽസിന്റെ ഉള്ളത് ഇത് മാറ്റിയിട്ട് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. ഇവിടെ കണ്ട പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് വിടാ. കണ്ട ഇത്രയുള്ളൂ. അപ്പൊ നമുക്ക് ബൗണ്ടി എന്ന് പറഞ്ഞ ഇത്തരം സെയിൽ നടത്തി, ഗാലക്സി ഇത്തരം നടത്തി, മാർക്സ് ഇത്തരം നടത്തി, സ്നിക്കർ ഇത്തരം നടത്തി, ട്വിക്സ് ഇത്തരം നടത്തി. അതിന്റെ ടോട്ടൽ ക്ലിയർ ആയോ? ഇത് ആർക്കെങ്കിലും ക്ലിയർ ആയോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ പ്ലീസ്. Clear ആയി. സിമ്പിൾ ആണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കോംപ്ലിക്കേഷൻ. ക്ലിയർ ആണോ? അതെ. ഇനി സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് റീജിയൻ നമ്മൾ നേരത്തെ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇവിടെ സെയിൽസിന്റെ അവിടെ നിന്ന് മാറ്റിയിട്ട് റീജിയൻ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടിടാം. കണ്ടപ്പോ എനിക്ക് അറിയാൻ പറ്റും ഈസ്റ്റിൽ ഇത്ര സെയിൽ നടന്നു, നോർത്തിൽ ഇത്തരം സെയിൽ നടന്നു, സൗത്തിൽ ഇത്തരം സെയിൽ നടന്നു, വെസ്റ്റിൽ ഇത്തരം സെയിൽ നടന്നു. നമുക്കിത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ സെയിൽ നടന്നിരിക്കുന്നത് ഈസ്റ്റിലാണ്. 2,81,000. ക്ലിയർ ആയോ എല്ലാവർക്കും? 2,81,000 ആണ് ഏറ്റവും കൂടുതൽ ഈസ്റ്റിൽ നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് ഏത് പ്രൊഡക്റ്റ് ആണ്? ഗാലക്സി ആണ്. ഏറ്റവും കൂടുതൽ വിറ്റിരിക്കുന്നത് ഗാലക്സി ആണ്. നമുക്ക് ഇവിടെ തന്നെ അതിനെ വേണമെങ്കിൽ തിരിക്കാൻ കണ്ട A to Z കൊടുക്കാം. ഇവിടെ A to Z കൊടുക്കാം. ഓക്കെ, ഈ 3 റിപ്പോർട്ട് മനസ്സിലായോ? ഇല്ല. മനസ്സിലായോ? ആയിന്ന് പറയും പ്ലീസ്. മനസ്സിലായി. എല്ലാവർക്കും പിടുത്തം കിട്ടിയോ? ഓക്കെയാണ്. ഇതെന്ത് നിങ്ങൾ മിണ്ടാത്ത? ഹരിലാൽ ക്ലിയർ ആണോ? സാർ ക്ലിയർ ആണ്. സുബീഷ് ക്ലിയർ? ഓക്കെയാണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ, ഇനി അടുത്ത റിപ്പോർട്ട് ഏതാ? സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഈ പിവറ്റ് ടേബിൾ ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യാം. കണ്ടോ? ഇനി നമുക്കാണ് എന്താണ് അറിയേണ്ടത്? ഈച്ച് സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് അല്ലെ. അപ്പൊ വേണമെങ്കിൽ നമ്മൾ ഇവിടെ ഇടാം പ്രൊഡക്റ്റ് ഇടാം. പ്രൊഡക്റ്റ് ടു അത് ആര് ഓരോ റെപ്രസെന്റേറ്റീവ് സെയിൽസിന്റെ ആൾക്കാരും ചെയ്തിരിക്കുന്നത് അറിയണം. നമ്മൾ വീണ്ടും എടുത്ത് ഇവിടെ ഇടാം. അടുത്ത രണ്ടാമത്തെ ഇടാം. കണ്ട ഇപ്പൊ നമുക്കറിയാം ബൗണ്ടി എന്ന് പറയുന്ന ആ ഒരു ചോക്ലേറ്റ് ഓരോരുത്തരും എത്ര, അതാണ് ഈച്ച് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ? ഇവിടെ എന്താണ് അതിന്റെ ചോദ്യം? എന്താണ് ഇവിടുത്തെ ചോദ്യം? എന്താണ്? സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. അപ്പൊ ബൗണ്ടി എന്ന് പറയുന്ന പ്രൊഡക്റ്റ്
ഡൺ ബൈ ഈച്ച് സെയിൽസ്. ഈ ബൗണ്ടി എന്ന് പറയുന്ന ചോക്ലേറ്റ് ഈ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ഇത്രം സെൽ ചെയ്തു, ഇത് ഇത്രം സെൽ ചെയ്തു, ഇത് ഇത്രം സെൽ ചെയ്തു. ഗാലക്സി എന്ന് പറയുന്നത് ഇത് ഇത്രം സെൽ ചെയ്തു, ഇത് ഇത്രം സെൽ ചെയ്തു. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഇതാണ് അവരുടെ 4 റിപ്പോർട്ട്. ക്ലിയർ ആയോ? ഇല്ല. ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ആയി. എല്ലാവർക്കും കൺഫ്യൂഷൻ ആണോ? പിവട്ട് ടേബിൾ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കിയാല് ചെയ്ത് തരാം. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ എക്സൽ ഷീറ്റ് തരാം. ആർക്കൊക്കെ പിടുത്തായെന്ന് പറയാമോ? എന്താണ് പിവട്ട് ടേബിൾ? ആർക്കെങ്കിലും പിടുത്തായോ? ഒരാൾക്കും മനസ്സിലായിട്ടില്ല. സുബീഷ് ക്ലിയർ? സുബീഷ് ക്ലിയർ ആണോ? ആ ഏകദേശം. പിന്നെ പിവട്ട് ടേബിളാണ് മനസ്സിലായിട്ടില്ല. ഹരിലാലിന് ക്ലിയർ ആണോ? കുഴപ്പമില്ല, നോക്കണം. അപ്പൊ മനസ്സിലായില്ല എന്നർത്ഥം. കുഴപ്പമില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് മനസ്സിലായില്ല. ശരി, ഞാൻ നിങ്ങൾക്ക് ഈ എക്സൽ ഷീറ്റ് ഇപ്പൊ തരാം കേട്ടോ. തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് പിവട്ട് ടേബിൾ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഒരു ടേബിൾ ഒരുപാട് ഇൻഫോർമേഷൻസ്, ഇതിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട്. നമുക്കിതൊന്നും മനസ്സിലാവണല്ലോ ഇൻഫോർമേഷൻ. നമുക്കിത് അറിയണം. ഓരോ ഇങ്ങനെ വാല്യബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷനിലേക്ക് നമുക്ക് ഇതിനെ കൊണ്ടുവരാം. അതാണ് പിവട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട. ഇതുമ്പോൾ നിങ്ങൾ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കിട്ടൂ. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടും, എന്നാലേ കിട്ടുള്ളൂ. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ഓൾ കണ്ടു. ബ്രൂസിന്റെ മാത്രം ക്ലിക്ക് ചെയ്യും, ബ്രൂസ് മാത്രം ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അത് മാത്രം ഇവിടെ കാണിക്കും. കണ്ട മറ്റേതിൽ കാണുന്നത് പോലെ. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണോട്ടോ, എന്നാലേ കിട്ടൂ. വേറെ അതിൽ ഓപ്ഷൻ ഒന്നുമില്ല. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ എപ്പോഴും എനിക്ക് കാര്യം ചെയ്യാം. ഈ ഡേറ്റ നിങ്ങൾക്ക് ഇപ്പൊ തരാം. അതായിരിക്കും കുറച്ചും കൂടി ബുദ്ധി. എന്ന് പറയണു, ഡേറ്റ തരട്ടെ? അതായിരിക്കും നല്ലത് കേട്ടോ. ഡേറ്റ തന്ന് ഞാൻ നിങ്ങളെ കൊണ്ട് തന്നെ അവിടെ ചെയ്യിപ്പിക്കാം. ഓക്കെ, എന്നാലാണിത് കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പിവട്ട് ടേബിൾ എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും ചാറ്റ് എടുക്കുക. ചിലത് നിങ്ങൾ കുറച്ച് ഇത് ചെയ്താലേ കിട്ടൂ കേട്ടോ. കുറച്ച് നിങ്ങൾ ഒന്ന് വർക്ക് ചെയ്യുന്ന ഒന്ന് എഫർട്ട് ഇട്ടാലേ കിട്ടൂ. പിവട്ട് ടേബിൾ, പിവട്ട് ടേബിൾ. എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്തേ. എല്ലാവരും ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തോ? ചെയ്തോ? പെട്ടെന്നോട്ടെ. ചെയ്തു. ആരാ ചെയ്തേ? ഷർമിയ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റോ? ഇപ്പൊ ആരാ ലോഗിൻ ചെയ്ത PC-യിലേക്ക്, ക്ലാസ്സിലേക്ക്? ഷഫ്ന ക്ലിയർ ആണോ? Okay. മനസ്സിലായോ? ഓക്കെ, ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തേ. പ്രജീഷ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റോ? പ്രജീഷിനെ കാണിച്ചു തരാം. പ്രജീഷ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റോ പ്ലീസ്? നിങ്ങളെല്ലാരും റെസ്പോണ്ട് ചെയ്യ് പ്ലീസ്. നിങ്ങളൊന്നും മിണ്ടണില്ലല്ലോ. ചെയ്യാം. എല്ലാരും ഒന്ന് ഇത് ചെയ്ത്. ഇനി ഒന്നും കൂടി ഞാൻ ചെയ്യണത് ഒന്നും കൂടി കാണിച്ചു തരാൻ ശ്രദ്ധിക്കുക. ഇതാണ് നിങ്ങളുടെ ഒരു ടേബിൾ. പ്രജീഷിന്റെ കീഴിൽ കുറെ സെയിൽസിലെ പിള്ളേരുണ്ട്. ഇവരെടുത്തിരിക്കുന്ന റിപ്പോർട്ടാണിത്. ഇവര് സെല്ല് ചെയ്തേക്കുന്നത്. പ്രജീഷിന് നോക്കിയിട്ട് മനസ്സിലാവണില്ല. ഓരോരുത്തരും എത്ര കച്ചവടം നടത്തിയെന്ന് പ്രജീഷിന് മനസ്സിലാവണില്ല. മനസ്സിലാവണ്ടോ? പ്രജീഷ് എന്തെങ്കിലും പറയൂ പ്ലീസ്. ഇല്ല. നിങ്ങളോടാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളാണ് സ്ക്രീൻ ഷെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ശരി. ഇനി നിങ്ങൾ റിപ്ലൈ ചെയ്യാം. ഇല്ല, ഇതിലിപ്പോ ഒന്നും മനസ്സിലാവണില്ല അല്ലെ? ഇല്ല. ഇനി ഏറ്റവും താഴെ സെയിൽസ് ഡാറ്റ ഉണ്ട്. സെയിൽസ് ഡാറ്റ, ആ സെയിൽസ് ഡാറ്റ എന്ന് പറഞ്ഞ ഷീറ്റ് ക്ലിക്ക് ചെയ്ത് താഴെ ഷീറ്റാ ഡെമോ ക്ലിക്ക് ചെയ്ത് ഡെമോ. ഓക്കെ, ആ 4 മോണിലത്തെ ഏറ്റവും 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്ന് കോപ്പി ചെയ്ത് ആ 4 കോപ്പി.
കോപ്പി ചെയ്തിട്ട് ആ സെയിൽസ് ഡേറ്റയിലേക്ക് വന്ന് അതിന്റെ റൈറ്റ് സൈഡിൽ അവിടെ പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ 4 എണ്ണത്തിന്റെ ഇതാണ് നമുക്ക് കിട്ടണ്ടേ. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ എന്താണ് ചെയ്യാൻ പോണേ. നമുക്ക് ഇതിനെ ആദ്യം തന്നെ നമുക്കറിയണം സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അതായത് പ്രജീഷിന്റെ കീഴിൽ ഒരു 4-5 സെയിൽസിലെ പിള്ളേരുണ്ട്. പ്രജീഷിന് അറിയണം ഓരോരുത്തരും എത്ര കച്ചവടം നടത്തിയെന്ന്. ഓരോ സെയിലാണ് ഈ ടേബിളിലുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ ടേബിളിൽ ക്ലിക്ക് ചെയ്യുക. ടേബിളിൽ ക്ലിക്ക് ചെയ്തേ, ടേബിളിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് താഴെ ടേബിളിനുള്ളിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. അതല്ല, ടേബിൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ പോവാ, ഇൻസേർട്ടുമ്പോ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടില് പിവറ്റ് ടേബിൾ ക്ലിക്ക് ചെയ്യുക. അത് റൈറ്റ് സെന്ററിലേക്ക് മൂവ് ചെയ്ത് ആ ബോക്സ് വെയിറ്റ് ആ ബോക്സിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യും. ആ ബോക്സ് മൂവ് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് റൈറ്റിലേക്ക് മൂവ് ചെയ്യാം. അതാണ് ഉദ്ദേശം, കാണാൻ പറ്റും. കണ്ട, അപ്പൊ നമ്മൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ടേബിൾ റേഞ്ച് ആണ്. ടേബിൾ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുകയാണ്. നിങ്ങൾ ആ ടേബിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ടേബിൾ അവിടെ എന്തായിക്കോളും, സെലക്ട് ആയിക്കോളും. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്, എവിടെയാണ് നമ്മുടെ പിവറ്റ് ടേബിൾ വരണ്ടേ? അത് ന്യൂ വർക്ക്ഷീറ്റിലാണോ എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റിലാണോ? അല്ലെ, എക്സിസ്റ്റിംഗ് വർക്ക്ഷീറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അത് എവിടെയാണ് വേണ്ടത് ലൊക്കേഷൻ അവിടെ ക്ലിക്ക് ചെയ്യാം. ഇനി വെയിറ്റ് ചെയ്യാം. ഇനി ആ സം ഓഫ് സെയിൽസിന്റെ ഒരു 2 റോ വിട്ട് കഴിഞ്ഞ് ക്ലിക്ക് ചെയ്യാം, തൊട്ട് മുകളിൽ സം ഓഫ് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെയാണ് നമുക്ക് നമ്മുടെ പിവറ്റ് ടേബിൾ വേണ്ട. ഒന്നും കൂടി അവിടെ തന്നെ ക്ലിക്ക് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ഇരിക്കുക. There is already data in the pivot table. Do you want to replace it? Okay അടിക്കും. അപ്പൊ നിങ്ങളുടെ പിവറ്റ് ടേബിളിന്റെ ഇത് ഫോർമാറ്റ് വന്നു. ഇത്ര ഇനി വെയിറ്റ് ചെയ്യട്ടോ, ധൃതി പിടിക്കരുത്. ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? സം ഓഫ് സെയിൽസ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. അപ്പൊ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവിന്റെ കോളം റൈറ്റ് സൈഡിൽ കണ്ടോ? റൈറ്റിൽ കോളം കണ്ടോ? റൈറ്റ് ടോപ്പിലേക്ക് കണ്ടോ? പ്രൊഡക്റ്റ്, റീജിയൻ, സെയിൽസ്. ആ സെയിൽസ് റെപ്രസെന്റേറ്റീവ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വിടരുത്, ക്ലിക്ക് ചെയ്ത് വിടരുത്, മൗസ് വിടരുത്. താഴേക്ക് കൊണ്ടിടുക, റോസിൽ കൊണ്ടിടുക. കണ്ടോ? അപ്പൊ അവിടെ നിങ്ങളുടെ സ്ക്രീനിന്റെ ലെഫ്റ്റിൽ കണ്ടോ പേര് വന്നിട്ടുണ്ടോ? ബ്രൂസ്, ഫ്രാങ്ക്, ജോൺ എന്നൊക്കെ വന്നിട്ടുണ്ടോ? അവിടേക്ക് മൗസ് മൗസ് കണ്ടോ? അവരെ ഓരോരുത്തരുടെയും പേര് അവിടെ വന്നു. ഇനി അവരുടെ സെയിൽസ് അറിയണം. സെയിൽസ് അറിയണമെങ്കിൽ വീണ്ടും റൈറ്റ് സൈഡിലെ കോളം കണ്ടോ? റൈറ്റ് സൈഡിലേക്ക് പോട്ടെ. അവിടെ സെയിൽസ്മ ക്ലിക്ക് ചെയ്തിട്ട് ആ വാല്യൂസ് കൊണ്ടിടുക. സെയിൽസ്മ ക്ലിക്ക് ചെയ്ത് സെയിൽസ് ക്ലിക്ക് ചെയ്ത് വിടരുത്, താഴേക്ക് ഇത് ചെയ്യുക, അണ്ട് വാല്യൂസ് കൊണ്ടിടുക. നിങ്ങൾ 2 പ്രാവശ്യം അവർക്ക് അത് ക്ലോസ് ഡിലീറ്റ് ചെയ്തല്ലേ. അതല്ല, അവിടെ അല്ലേ നിങ്ങൾ വെയിറ്റ് ചെയ്യ്, അതൊരെണ്ണം കളയാതെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഒന്നും കൂടി സെയിൽ അപ്പൊ ഓക്കെയാണ്. ഇപ്പൊ കണ്ടോ? വെയിറ്റ് റിസൾട്ട് വന്നു. ഇവിടെ റിസൾട്ട് വന്നോ ഇല്ലയോ? പ്രജീഷ് ഉത്തരം പറയും. പ്രജീഷാണ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പൊ പ്രജീഷിന് കുറച്ച് പിടുത്തം കിട്ടിയോ? പ്രജീഷ് റിപ്ലൈ ചെയ്യട്ടെ. പ്രജീഷാണ് ഇതിലേക്ക് വന്ന റൂട്ടാണ് എനിക്ക് കൺഫ്യൂഷൻ. ഓക്കെ, അല്ല നിങ്ങൾ ചെയ്യുമ്പോ കിട്ടും, എല്ലാരും ഇതുപോലെ ചെയ്യുമ്പോ കിട്ടും. ഞാൻ അതുകൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. എനിക്കറിയാം, വളരെ പ്രധാനപ്പെട്ടതാണിത്. നിങ്ങൾ ഇവിടെ എല്ലാവരും പഠിക്കാൻ വന്നതാണ്. പഠിക്കാൻ വന്നത് നിങ്ങൾക്ക് അറിയാത്തതാണ് പഠിക്കാൻ വന്നത്. അപ്പൊ അതിന് ഡിഫിക്കൽട്ട് തുടക്കമുണ്ടോ? നിങ്ങൾ എഫേർട്ട് ഇടും, കിട്ടും. ഇനി നിങ്ങൾ വീട്ടിൽ പോയി ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി കിട്ടും. ഇനി അടുത്ത റിപ്പോർട്ട് എന്താ? സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് വൈസ് അറിയണം. ഇപ്പൊ നമ്മള് എന്താണ് അറിഞ്ഞത്? നമ്മള് റെപ്രസെന്റേറ്റീവ് വൈസ് ആണ് അറിഞ്ഞത്, അല്ലെ? അപ്പൊ ഓൾറെഡി അവിടെ ഒരു പിവറ്റ് ടേബിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് സെലക്ട് ചെയ്യാം. അല്ല, മൊത്തം സെലക്ട് ചെയ്യാം, കോപ്പി ചെയ്യാം. എന്നിട്ട് ഒരു അവിടെ തൊട്ട് മുകളിൽ അതിന്റെ സെയിം ലെവലിൽ നിൽക്കട്ടെ, അവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി അവിടെ വെയിറ്റ് ചെയ്യാം, അവിടെ ക്ലിക്ക് ചെയ്തോളൂ. വെയിറ്റ്. ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ്. ഈച്ച് പ്രൊഡക്റ്റ് ആണ് അറിയണ്ടേ. ഇവിടെ നമ്മൾ ഇപ്പൊ നേരത്തെ ചെയ്തിരിക്കുന്നത് എന്താ? ഓരോ റെപ്രസെന്റേറ്റീവ് എത്ര സോൾഡ് നടത്തുന്നതാണ്. ഇനി നമ്മൾ
പ്രൊഡക്റ്റ് ആണ് അറിയേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റൈറ്റ് സൈഡിൽ സെയിൽസ് റെപ്പ് എന്നുള്ളതുണ്ട്, അത് അൺചെക്ക് ചെയ്യും. സെയിൽസ് റെപ്പ് അല്ല വേണ്ട, നമുക്ക് പ്രൊഡക്റ്റ് ക്ലിക്ക് ചെയ്ത് താഴെ റോസ് കൊണ്ടിടാം. പ്രൊഡക്റ്റ് ഓക്കെ, അവിടെ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, താഴെ വന്നിട്ട് കണ്ട. അപ്പൊ ഓരോ പ്രൊഡക്റ്റും എത്രയാന്ന് നമുക്ക് പിടുത്തം കിട്ടി. റിസൾട്ടിന്റെ പ്യൂർ ടേബിളിലേക്ക് വരാം. കണ്ടോ, അവിടെ കണ്ടോ? ഇനി എന്താ ചെയ്യാ? ഒരു റോയോടും കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ അവിടെ തന്നെ ഒരു കോളം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും പേസ്റ്റ് ചെയ്യാം. അവിടെ മോളിൽ തന്നെ അവിടെ അതിന്റെ മുകളിൽ അവിടെ അതിന്റെ മുകളിൽ പേസ്റ്റ് ചെയ്യാം. എവിടെയാണ്? അവിടെ തന്നെ അവിടെ പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്നിട്ടാ സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് റീജിയൻ ആണ് അറിയണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ സെയിൽസ് റെപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് റീജിയൻ സെലക്ട് ചെയ്യാം. കണ്ടോ? ഇപ്പൊ ഈസ്റ്റിൽ എത്രയുണ്ടെന്ന് പിടുത്തം കിട്ടണ്ടോ? ഇനി വീണ്ടും ആ പിവട്ട് ടേബിൾ ക്ലിക്ക് ചെയ്തപ്പോ പിവട്ട് ടേബിൾ മുകളിൽ വരും. അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് അവിടെ അല്ല ബായി, അവിടെ അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം. ഇത് ചെയ്ത് പഠിച്ചോളൂ നിങ്ങൾ. കണ്ടോ? ചെയ്യുന്നവരും ഐഡിയ കിട്ടും. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ശരിക്കും. ഞാൻ അതാണ് റിയൽ ഡാറ്റ തരുന്നത്. ഇനി നാലാമത്തെ എന്താണ്? സം ഓഫ് സെയിൽസ് ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. നാലാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആദ്യത്തെ പിവട്ട് ടേബിളിന്റെ താഴെ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അവിടെ പേസ്റ്റ് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തു എന്നിട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പൊ അത് കോപ്പി പേസ്റ്റ്. ഇനി എന്നിട്ട് നമുക്ക് അറിയേണ്ട അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ അത് അവിടെ വരും. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? സം ഓഫ് സെയിൽ ഫോർ ഈച്ച് പ്രൊഡക്റ്റ് ഡൺ ബൈ ഈച്ച് സെയിൽസ് റെപ്രസെന്റേറ്റീവ്. ഓക്കെ, അപ്പൊ സെയിൽസ് റെപ്രസെന്റേറ്റീവ് കിടക്കുന്നത് നമ്മൾ പ്രൊഡക്റ്റും കൂടി റൈറ്റ് സൈഡിൽ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. കണ്ടോ? അപ്പൊ ബ്രൂസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓരോ സെയിൽസിലെ ആൾക്കാർ എത്ര വിറ്റു, ഫ്രാങ്ക് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഓരോ സെയിൽസിലുള്ളവർ എത്ര വിറ്റു എന്നുള്ളത് കിട്ടും. ഐഡിയ കിട്ടിയോ? ആർക്കൊക്കെ മനസ്സിലായി? മനസ്സിലായി സർ. എല്ലാവർക്കും പിടുത്തം കിട്ടിയോ? പ്ലീസ്, പിടുത്തം കിട്ടിയോ? സുബീഷ്, പിടുത്തം കിട്ടിയോ? ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാണോ അതോ അടുത്ത് പറയണോ? ഇപ്പൊ നെക്സ്റ്റ് പറയായിരിക്കുന്നല്ലോ, ഇനി റെക്കോർഡിംഗ് ചെയ്യാലോ. അത്രേ ഉള്ളൂ, എല്ലാവർക്കും ചെയ്യാം. ഓക്കെ, മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒറിജിനൽ ഡേറ്റ തന്നതിന്റെ കാര്യം തന്നെ അതാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു കാര്യം കൂടി അതിൽ കാണിച്ചു തരാം. പ്രജീഷ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒന്നും കൂടി. പ്രജീഷ സ്ക്രീൻ ഷെയർ ചെയ്. ഓക്കെ, ഇനി പയ്യൊന്ന് റൈറ്റ് സൈഡ് മോളിൽ പോട്ടെ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ ബ്രൂസ് കണ്ടു. ബ്രൂസ് ഫസ്റ്റ് പിവട്ട് ടേബിൾ എടുക്കുക. ഫസ്റ്റ് പിവട്ട് ടേബിൾ ഏതാ? അതാണ് ഫസ്റ്റ്. അതിനുള്ളിൽ ക്ലിക്ക് ചെയ്ത് ആ ബ്രൂസ് കഴിഞ്ഞിട്ട് 1,32,332 അതുണ്ട്. അതുമൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ എമൗണ്ടുമേ കണ്ടോ? അതിന്റെ മാത്രം ഷീറ്റ് വേറെ ഓപ്പൺ ആയിട്ട് വരും. അതിലെല്ലാം ബ്രൂസ് അല്ലേ? നോക്ക്, അതിലേക്ക് നോക്ക് പ്രതീക്ഷ, മൗസ് കൊണ്ടോ? എല്ലാം ബ്രൂസ് അല്ലേ? പ്രതീക്ഷ ആണെങ്കിൽ വാ തുറന്ന് പറയില്ല. നിങ്ങളാണ് സ്ക്രീൻ ഷെയർ ചെയ്യണം, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യ്. മനസ്സിലായോ? നിങ്ങൾ അവിടെ കണ്ണു വീഴ്ചിരിക്കില്ല, നിങ്ങളത് റെസ്പോണ്ട് ചെയ്യ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന അർത്ഥം നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്നാണ് അർത്ഥം. നിങ്ങളാണ് ചെയ്യണേ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ബ്രൂസ് ആണ്. ഇനി വീണ്ടും ആ താഴെ സെയിൽസ് ഡെമോയിൽ ക്ലിക്ക് ചെയ്തേ. താഴത്തെ ഷീറ്റില് ഏത് ഷീറ്റിൽ നമ്മൾ ചെയ്തേ അതാണോ? നോക്ക്, ഇതല്ലേ ചെയ്തേ? ഇത് നീ ശ്രദ്ധിക്കുക. ഈ ഷീറ്റിന്റെ പേരെന്താണ്? സെയിൽസ് ഡാറ്റ ഫുള്ള് പറയും. സെയിൽസ് ഡാറ്റ 2 പറയൂ. മനസ്സിലായോ? സെയിൽസ് ഡാറ്റ 2. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ നിങ്ങൾ ഇവിടെ സെയിൽസ്, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രാങ്കിന്റെ മാത്രം കിട്ടാം. അപ്പൊ എന്ത് ചെയ്യണം? ഫ്രാങ്കിന്റെ എമൗണ്ട് ആണ് 108. അതുമ്പോ ഡബിൾ ക്ലിക്ക് ചെയ്ത വേറെ ഷീറ്റ് ഓപ്പൺ ആവും. ഡബിൾ ക്ലിക്ക് ചെയ്തേ, കണ്ടോ? വേറെ ഷീറ്റ് ഓപ്പൺ ആയി.
വേണ്ട. അപ്പൊ അതിന്റെ ഫ്രാങ്ക് മാത്രം കിട്ടി. ഇങ്ങനെ നമുക്ക് എടുക്കാം. ഇനി വീണ്ടും സെയിൽസ് ഡേറ്റ ക്ലിക്ക് ചെയ്യാം താഴെ. ഇപ്പൊ ഞാൻ ചെയ്തത് മനസ്സിലായോ ആർക്കെങ്കിലും? ഇപ്പൊ ചെയ്തത് മനസ്സിലായോ? ഇല്ല. നിങ്ങളാണെങ്കിൽ അതൊന്നും റെസ്പോണ്ടും ചെയ്യില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി. എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്യാമോ പ്ലീസ്? എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാം പ്ലീസ്. ശരിക്കും വീഡിയോ ഓൺ ചെയ്തിട്ടാണ് ക്ലാസ്സിൽ ഇരിക്കേണ്ടത്. എല്ലാവരും വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്യൂ പ്ലീസ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യാട്ടോ. ഒക്കെ ശ്രദ്ധിക്കണം, നമുക്ക് അറിയണ്ടേ. എല്ലാവരും പ്ലീസ്. ആരോൺ, സുബീഷ്, ഇപ്പൊ വെബ്കാം ഇല്ല. ബാക്കിയുള്ളവർ സുബീഷ് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഞാനിനിയും അതിന്റെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇനി അടുത്തത് കുറച്ചും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാം, കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവാട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾ ഇതേ പേടിക്കണ്ട, നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിക്കോളും എന്തായാലും. ഓക്കെ, ഇത് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പിന്നെ ചെയ്താൽ മതി. കുറച്ച് ഇതാണ് പിവറ്റ് ടേബിൾ, എളുപ്പമുള്ളതാണ്, പക്ഷെ നിങ്ങൾക്കത് പയ്യെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്കറിയാം, നമ്മൾ ഇന്നലെ പറഞ്ഞ ഇതിപ്പോ നമ്മൾ ഈ പിവറ്റ് ടേബിൾ ഉണ്ടാക്കി, ഞാൻ ഇതിന്റെ വേറൊരു ഡാറ്റ ഇവിടെ കോപ്പി ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്ര നിങ്ങൾക്ക് അറിയാലോ, ഇപ്പൊ ഈ ഡാറ്റ വീണ്ടും ഒരു ടേബിൾ വേണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എപ്പോഴും ഒരു മൂവ് എ കോപ്പി ഇവിടെ കൊടുക്കണം കേട്ടോ. മൂവ് എ കോപ്പി കൊടുത്തിട്ട് ചെയ്യുക എപ്പോഴും കേട്ടോ. നിങ്ങൾക്ക് അത് അറിയാം, ഷീറ്റിന്റെ കോപ്പി കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഡാറ്റ ഇരുന്നോളൂ. അപ്പൊ ഡാറ്റ പോയാൽ നിങ്ങൾക്ക് പേടിക്കണ്ട. ഇനി ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചാലാണ് മനസ്സിലാവൂ. ഓക്കെ, ഇവിടുത്തെ നമ്മൾ ഈ സെയിൽസ് ഡെമോയിലാണ് നമ്മളിത് ചെയ്തത് അല്ലെ? ഈ ഡെമോയിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. ഓക്കെ, ഈ ഡെമോയിൽ ചെയ്തു. ഈ ഡെമോയിൽ തന്നെ നമുക്ക് ഇൻസേർട്ട്, ഇവിടെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട്, ഇവിടെ സ്ലൈസർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സ്ലൈസർ നമുക്കിപ്പോ സെയിൽസ് റെപ്പ് ആണെങ്കിൽ അറിയണമെങ്കിൽ ഇവിടെ സെയിൽസ് റെപ്പ് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഇതിന്റെ സെയിൽസ് റെപ്പ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ അടിക്കുക. കണ്ടോ, നമുക്ക് ഇതേപോലത്തെ സ്ലൈസർ കിട്ടും. നമുക്ക് ബ്രൂസ് വേണോ, ബ്രൂസിന്റെ മാത്രം അറിയാം. കണ്ടോ, ഫ്രാങ്ക് വേണോ, ഫ്രാങ്കിന്റെ മാത്രം അറിയാം. ജോൺ വേണോ, ജോണിന്റെ മാത്രം അറിയാം. ഇത് ഫിൽട്ടർ ചെയ്യണമെങ്കിൽ, ക്ലിയർ ചെയ്യണമെങ്കിൽ ക്ലിയർ ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് അടിക്കുക, റിമൂവ് ചെയ്തടിക്കുക. അതാണ് സ്ലൈസർ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. ഇനി ഞാൻ അടുത്തത് പറയുന്നത് ശ്രദ്ധിക്കുക. ഇത് നമുക്കറിയാം ഒരു നോർമൽ ടേബിൾ ആണ്. ഇതൊരു നോർമൽ ടേബിൾ ആണ്. ഈ ടേബിളിന് എക്സൽ ടേബിൾ ആക്കി മാറ്റിയാൽ ഉണ്ടാവുന്ന, എക്സൽ ടേബിൾ ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്താൽ ഉണ്ടാവുന്ന ബെനിഫിറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ശരിക്കും ശ്രദ്ധിക്കുക, നമ്മൾ ഇന്നലെ പഠിച്ചതാണ് ടേബിളിനെ എന്താക്കണത്, എക്സൽ ടേബിൾ ആക്കാണ്. എക്സൽ ടേബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ചെയ്തിട്ട് ഇൻസെർട്ടിൽ എന്ത് ചെയ്യണം? ടേബിൾ ആക്കുക. കണ്ടോ, ഇവിടെ ടേബിൾ ആയി. ഇത് നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. ഈ ടേബിൾ ആയതിനു ശേഷം നമുക്ക് ഇവിടെ ഓപ്ഷൻ ഉണ്ട്, സമ്മറൈസ് വിത്ത് പിവറ്റ് ടേബിൾ. ഇതൊക്കെ അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ നമ്മൾ ഇനി ലൊക്കേഷൻ കൊടുക്കുക, ഇവിടെ നമ്മൾ ലൊക്കേഷൻ കൊടുക്കുക, ഓക്കെ അടിക്കുക, ഓക്കെ അടിക്കുക. പിവറ്റ് ടേബിൾ ആയി. ഇനി നമുക്ക് വേണ്ടത്, ഇപ്പൊ നമ്മൾ നേരത്തെ നോക്കി തന്നിട്ട് സെയിൽസ് റെപ്പാണ് അല്ലെ? സെയിൽസ് റെപ്പിന്റെ നമുക്കറിയണം. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ സെയിൽ അറിയണം അല്ലെ? വാല്യൂസ് വരണം. അപ്പൊ നമുക്കറിയാൻ പറ്റും ബ്രൂസ് ഇത്തരം സെയിൽ നടത്തി. ബാക്കിയൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെയാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരും ശ്രദ്ധിച്ചാൽ കിട്ടും. നിങ്ങൾ ഇങ്ങനെ താഴേക്ക് വരാം. താഴേക്ക് വന്നിട്ട് നമ്മൾ ഇവിടെ വേറൊരു റോ ആഡ് ചെയ്തു, 101 നമ്മൾ ഇവിടെ കൊടുത്തു.
ബൗണ്ടി. നമ്മളിവിടെ കൊടുത്തു സൗത്ത്, നമ്മളിവിടെ കൊടുത്തു പ്രജീഷ്. 15 യൂണിറ്റ് 150 ടോട്ടൽ വന്നു. പുതിയ ഒരു വാല്യൂ, ഒരു റോ നമ്മൾ ഇവിടെ ആഡ് ചെയ്തു. ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ടേബിളിൽ, ഈ പിവറ്റ് ടേബിളിൽ അത് ഓട്ടോമാറ്റിക്കലി റിഫ്ലക്റ്റ് ആവും. ഇപ്പൊ അത് റിഫ്ലക്റ്റ് ആയിട്ടില്ല. റിഫ്ലക്റ്റ് ആവണമെങ്കിൽ ഇതിലിവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് അനലൈസ് ക്ലിക്ക് ചെയ്യുക. അനലൈസിൽ ക്ലിക്ക് ചെയ്തിട്ട് റിഫ്രഷ് അടിക്കുക. കണ്ട, റിഫ്രഷ് അടിച്ചപ്പോൾ ഇവിടെ പ്രഗീഷ് എന്ന് വന്നു. അതാണ് നമ്മുടെ നോർമൽ ടേബിളിനെ എക്സൽ ടേബിളിലേക്ക് കൺവേർട്ട് ആക്കിയതിന് ശേഷം നമ്മൾ പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റ്. അല്ലെങ്കിൽ അതാണ് ഡൈനാമിക്കലി ഇത് ക്രിയേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ നേരത്തെ തുടക്കം ചെയ്തത് ഇതിലാണെങ്കിൽ ടേബിൾ നോർമൽ ടേബിൾ ആണ്. ഈ ടേബിളിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഫീച്ചർ ഇല്ല. ഇവിടെ നമ്മൾ ആഡ് ചെയ്തും ഇവിടെ നമുക്ക് അതങ്ങനെ റിഫ്രഷ് ചെയ്താലും നമുക്ക് ഇവിടെ ഡാറ്റ റിഫ്രഷ് ആവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും മനസ്സിലായോ? ആർക്കെങ്കിലും പിടുത്തം കിട്ടിയോ? ഇല്ല. ഭയങ്കര മനസ്സിലായില്ല. കൺഫ്യൂഷൻ. മനസ്സിലായോ? ആർക്കൊക്കെ മനസ്സിലായി? പ്ലീസ്. എനിക്ക് മനസ്സിലായി. സുബീഷിന് പിടുത്തം കിട്ടിയോ? എനിക്ക് മനസ്സിലായി. നമ്മൾ ഇന്നലെ ടേബിൾ പഠിച്ചതാണ്. അതെ. രണ്ട് ടേബിൾ ആക്കി നമ്മൾ കൺവേർട്ട് ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഫിൽറ്ററിംഗ് ഓപ്ഷൻസ് കിട്ടാണ്. ക്ലിയർ ആയോ? അതാണ് ടേബിളിന്റെ ഗുണം. ടേബിൾ ആക്കിയിട്ട് ഇത് ചെയ്യണം. ഷർമിക്ക് ക്ലിയർ ആയോ? ഇല്ല. ഷർമിയ ക്ലിയർ ആണോ? ക്ലിയർ ആയി സർ, ക്ലിയർ ആയി. ഞാൻ അൺമ്യൂട്ട് ആയിരുന്നു. ക്ലിയർ ആയി സർ. ആ, ബാക്കി ആർക്കൊക്കെ മനസ്സിലായി എന്താണ് പിവറ്റ് ടേബിൾ, എന്താണ് ഡേറ്റ, അത് എന്താണ് ആ ടേബിളിൽ നമുക്ക് വേണ്ടത്, അത് എങ്ങനെയാണ് അതിനെ ഇൻസർട്ട് ചെയ്യണത്? ഇത്തരം കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ബേസിക്കലി പറഞ്ഞത്. ക്ലിയർ? അപ്പൊ എല്ലാവരും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഇപ്പൊ തന്നെ ഇതൊന്ന് ചെയ്യാം. ചെയ്താലാണ് നിങ്ങൾക്ക് കിട്ടൂ. എല്ലാവരും ഇതൊന്ന് ചെയ്യാം. ഈ പറയുന്ന രണ്ട് കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം. ചെയ്തിട്ട് ഞാൻ അടുത്തെടുക്കാം.